അമ്മേ, ചോറ് കഴിച്ചാൽ തടി കൂടും ഇങ്ങനെ എല്ലാരും പറയണത് എന്തുകൊണ്ടാണെന്നറിയോ? എന്താ? ഈ പ്ലേറ്റിലേക്ക് ഒന്ന് നോക്കിയേ. ഇതിലിപ്പോ ഇത്രയും ചോറുള്ളത്, ഇത്രയും ചോറെന്ന് പറഞ്ഞാൽ മൊത്തം കാർബോഹൈഡ്രേറ്റ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞത് ഫൈബറിന് വേണ്ടിയിട്ട് കുറച്ച് പയറുതോരനുണ്ട്, പിന്നെ ദേ ഇവിടെ 2 പീസ് ചിക്കനും ഉണ്ട്. അപ്പൊ കുറച്ച് പ്രോട്ടീൻ കിട്ടും. ഓക്കെ, നമ്മളൊക്കെ സാധാരണ കഴിക്കുന്നത് ഈ രീതിയിലാണ്. ഇതാണ് എന്റെ പ്രശ്നം. ഇനി എങ്ങനെയാ വേണ്ടതെന്ന് കാണിച്ചുതരാം. ഈ പ്ലേറ്റിലേക്ക് നോക്കിയോ. ഇത് ഞാൻ പ്രോട്ടീന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് മാക്സിമം എണ്ണ കുറച്ച് പുറത്തേക്കുള്ള ചിക്കനാണ്. അല്ലെങ്കിൽ അതിന് പകരം നമുക്ക് എഗ്, ഫിഷ് അങ്ങനെ എന്തെങ്കിലും എടുക്കാം. ഇനി വെജിറ്റേറിയൻസ് ആണെങ്കിൽ സോയ, ടോഫു, പനീർ പോലത്തെ സാധനങ്ങൾ എടുക്കാം. പിന്നെ പ്ലേറ്റിന്റെ പകുതി ഭാഗത്തും വെജിറ്റബിൾസ് എടുത്ത് ഫില്ല് ചെയ്തേക്കുക. അതിൽ കുറച്ച് പയറുതോരൻ എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഫുഡിൽ ആവശ്യത്തിനുള്ള ഫൈബറായി. പിന്നെ ബാക്കിയുള്ള ഭാഗത്ത് മാത്രമേ നമ്മൾ ചോറ് എടുത്തേക്കണം. അപ്പൊ ചോറ് നമുക്ക് കാർബോഹൈഡ്രേറ്റ് ഇത്രയും ആവശ്യമുള്ളൂ. ഇപ്പൊ നമുക്ക് ആവശ്യത്തിന് പ്രോട്ടീനും ഫാറ്റും നമ്മുടെ ചിക്കനിൽ നിന്ന് വരും, കാർബോഹൈഡ്രേറ്റ് ആവശ്യത്തിന് ചോറിൽ നിന്ന് വരും, ബാക്കി ഫൈബർ എല്ലാം വെജിറ്റബിൾസിൽ നിന്നായിട്ട് വരും. ഓ, അപ്പൊ ഇതിന്റെ ക്വാണ്ടിറ്റി ആണ് പ്രശ്നമല്ലാതെ ചോറല്ല അല്ലേ? അല്ല. ഓ.